യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകൾ തുറന്നിരുന്ന് നമ്മൾ കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിലും ഉൾക്കണ്ണുകൾ അടഞ്ഞിരുന്നാൽ നമ്മൾ അന്ധന്മാരാണ്. ഉൾക്കണ്ണുകൾ തുറന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാഴ്ചയുള്ളവരായിത്തീരുന്നത്. ജന്മന അന്ധനായ മനുഷ്യനെ സാബത്ത് ദിവസം ഈശോ സുഖപ്പെടുത്തിയതിൻ്റെ പേരിൽ പ്രീശന്മാർ ഈശോയെ കുറ്റപ്പെടുത്തുകയാണ്. അവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, പിശാചിൽ നിന്നുള്ളവനാണെന്ന് അവർ സമർത്ഥിക്കുകയാണ്. എന്നാൽ അന്ധനായ മനുഷ്യൻ ഈശോയ്ക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. ആ മനുഷ്യനെ പോലും അവർ സിനഗോഗിൽ നിന്ന് പുറത്താക്കി അവർ അന്ധന്മാരാണെന്ന് തെളിയിച്ചു. എന്നാൽ അന്ധനായ മനുഷ്യൻ യേശുവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് കാഴ്ചയുള്ളവനായി മാറുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമുക്ക് കണ്ണുകൾ തുറന്നിരുന്നാലും കാഴ്ചയ്ക്ക് അപ്പുറമുള്ള ആ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ഉൾക്കണ്ണുകളുടെ തുറവി ആഗ്രഹിക്കാം. കണ്ണീരിന് പിന്നിലുള്ള വേദന, മുറിവുകൾക്ക് പിന്നിലുള്ള അസ്വസ്ഥത എല്ലാം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ കാഴ്ചയുള്ളവരായി മാറുന്നത്. കണ്ണീര് കണ്ടിട്ടും നമ്മളതിനെ അവഗണിക്കുന്നെങ്കിൽ, വാടിയ മുഖം കണ്ടിട്ടും നമ്മളത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മൾ അന്ധന്മാർ തന്നെയാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.